ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 27. ഭാഗവതം സഹസ്രനാമ ഇവകളുടെ സമന്വയം. ദീക്ഷിത്തിന്റെ വിത്തൽ കാംക്ഷി. ഗീതാരഹസ്യം. ഖബർഡെ. സായിബാബ എങ്ങനെയാണ് ഭക്തന്മാർക്ക് മതസംബന്ധമായ പുസ്തകങ്ങൾ കൊടുത്ത് അവരെ തൊട്ട് ആശീർവദിച്ച് ദിവസേന പാരായണം ചെയ്യിച്ചതും മറ്റുള്ള ചില കാര്യങ്ങൾ ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. മുഖവുരു. മനുഷ്യൻ ഒരു സദ്ഗുരുവിന്റെ പാദങ്ങൾ ശരണമടയുമ്പോൾ അവന് ബ്രഹ്മ, വിഷ്ണു, ശിവൻ, പരമബ്രഹ്മം ഇവരെ തൊഴുന്ന ഫലം ലഭിക്കുന്ന സായിനാഥന് ജയം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കൽപ്പവൃക്ഷം, അറിവാകുന്ന കടൽ. അദ്ദേഹം നമുക്ക് ബ്രഹ്മത്തെ, ആത്മബോധത്തെ നൽകുന്നു. ഓ സായി, നിങ്ങളിൽ നിങ്ങളുടെ കഥകൾ ഉപവസിക്കാനുള്ള ആഗ്രഹത്തെ വരുത്തൂ. ചേതക പക്ഷി മേഘങ്ങളിൽ നിന്നും വെള്ളം കുടിച്ച് എങ്ങനെ സന്തോഷിക്കുന്നുവോ അതേപോലെ കാണികളും വായനക്കാരും അവയെ ഗ്രഹിച്ച് രസിക്കട്ടെ. നിങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണർച്ചകൾ കിട്ടട്ടെ. കണ്ണുകൾ അശ്രുക്കൾ നിറയട്ടെ. ശ്വാസം സാധാരണമായിരിക്കട്ടെ. അവരുടെ മനസ്സ് യോജിക്കട്ടെ. രോമാഞ്ചം കൊള്ളട്ടെ. കരയുകയും വിറയ്ക്കുകയും ചെയ്യട്ടെ. അവരുടെ വിരോധങ്ങൾ ഇല്ലാതാവട്ടെ. ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ഗുരുവിന്റെ കടാക്ഷം അവർക്ക് ലഭിക്കുന്നുവെന്ന് അർത്ഥം. ഈ ഉണർവുകൾ നിന്നിൽ വരുമ്പോൾ ഗുരു വളരെ സന്തോഷിക്കുന്നു. എന്നിട്ട് ബ്രഹ്മത്തെ നേടുവാനുള്ള വഴി കാണിച്ചു തരുന്നു. മായയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു നല്ല വഴി ബാബയ്ക്ക് പൂർണ്ണമായി കീഴടങ്ങുന്നതാണ്. വേദങ്ങൾക്ക് നിന്നെ മായയാകുന്ന കടലിൽ നിന്നും രക്ഷിക്കാൻ സാധ്യമല്ല. സദ്ഗുരുവിനെ മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എല്ലാ ജന്തുക്കളിലും നിനക്ക് ദൈവത്തെ കാണുവാൻ ഇതുവഴി സാധിക്കും. പവിത്രീകരിച്ച് പുസ്തകത്തെ കൊടുക്കൽ. കഴിഞ്ഞ അധ്യായങ്ങളിൽ ബാബ പലതരത്തിൽ ആജ്ഞകൾ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് നോക്കാം. ചില മതപരമായ പുസ്തകങ്ങൾ ബാബയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ പ്രത്യേകമായി പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ ബാബയെ കൊണ്ട് തൊടുവിച്ച് തിരിച്ചു വാങ്ങുന്ന ചില ഭക്തന്മാരുടെ ശീലമായിരുന്നു. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ബാബ അവരുടെ കൂടെയുള്ള മാതിരി ഒരനുഭവം ലഭിക്കുന്നു. ഒരിക്കൽ കാക്കാ മഹാജനി ഷിർദിക്ക് ഏകനാഥിന്റെ ഭാഗവതത്തിന്റെ ഒരു കോപ്പിയുമായി ചെന്നു. ശ്യാമ ഈ പുസ്തകത്തെ മസ്ജിദിൽ വെക്കുവാനായി കൊണ്ടുചെന്നു. ബാബ അദ്ദേഹത്തിൽ നിന്നും അത് വാങ്ങി ചില പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി തിരിച്ചു കൊടുത്തിട്ട് ശ്യാമയോട് അത് സൂക്ഷിച്ചു വെക്കുവാൻ പറഞ്ഞു. ശ്യാമ അത് കാക്കാവിൻ്റെതാണെന്നും അതിനാൽ അത് തിരിച്ചു കൊടുക്കണമെന്നും ബാബയോട് പറഞ്ഞു. വേണ്ട എന്ന മറുപടി പറഞ്ഞു. ഞാൻ അത് നിനക്ക് തന്നതിനാൽ നീ അത് സൂക്ഷിക്കുക. അത് നിനക്ക് ഉപയോഗപ്രദമായിരിക്കും. ഇങ്ങനെ പല പുസ്തകങ്ങളും ശ്യാമയെ ഏൽപ്പിച്ചിരുന്നു. കാക്ക മഹാജനി വീണ്ടും വേറൊരു പ്രതി കൊണ്ടുവന്ന് അതേ ഭാഗവതം ബാബയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അത് പ്രസാദമായി തിരിച്ചേൽപ്പിച്ച് നല്ലതുപോലെ സൂക്ഷിക്കാനും അത് തീർച്ചയായും ഉപയോഗപ്രദമായിരിക്കുമെന്നും പറഞ്ഞു. കാക്ക അതിനെ ആദരവോടെ സ്വീകരിച്ചു. ശ്യാമയും വിഷ്ണു സഹസ്രനാമവും. ശ്യാമ ബാബയുടെ അടുത്ത ഭക്തനായിരുന്നു. പ്രസാദമായി ബാബ അദ്ദേഹത്തിന് വിഷ്ണു സഹസ്രനാമം പുസ്തകം അനുഗ്രഹിച്ചു കൊടുക്കണമെന്ന് ആശിച്ചു. അത് ഇപ്രകാരമായിരുന്നു. ഒരിക്കൽ ഒരു രാമദാസി സന്യാസിയെ പിന്തുടരുന്ന ഒരു ഭക്തൻ ഷിർദിക്ക് വന്നു അവിടെ കുറെ കാലം താമസിച്ചിരുന്നു. അവരുടെ ദിവസേനയുള്ള പതിവ് ഇങ്ങനെയായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കാവ്യവസ്ത്രം ധരിച്ച് വിഭൂതി പൂശി വിഷ്ണു സഹസ്രനാമം, വിഷ്ണുവിനെ പുകഴ്ത്തിയും ഭഗവത്ഗീതയ്ക്ക് അടുത്ത് പ്രാധാന്യമായ ഒരു പുസ്തകം, ആത്മാത്മീയ രാമായണവും അത്ഭുതകരമായ രാമന്റെ കഥ വിശ്വാസത്തോടുകൂടി വായിക്കും. അദ്ദേഹം ഈ പുസ്തകങ്ങൾ ഇടയ്ക്കിടെ വായിച്ചിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ബാബ ശ്യാമയെ വിഷ്ണു സഹസ്രനാമം പഠിക്കുവാൻ ഉപദേശിച്ചു. അദ്ദേഹം അതുകൊണ്ട് രാമദാസിയെ വിളിച്ചു. അദ്ദേഹം കടുത്ത വയറുവേദനയാൽ കഷ്ടപ്പെടുന്നുവെന്നും സൈനബോർഡ് സോനാമുഖി ഒരു വയറിളക്കൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അത് മാറില്ലെന്നും അതുകൊണ്ട് രാമദാസി കടയിൽ പോയി ആ മരുന്ന് വാങ്ങി വരണമെന്നും ആവശ്യപ്പെട്ടു. രാമദാസി വായിച്ചിരുന്ന പുസ്തകം അടച്ചുവെച്ച് അങ്ങാടിയിൽ ചെന്നു. പിന്നെ ബാബ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും ഇറങ്ങി വന്ന് രാമദാസിയുടെ സ്ഥലത്ത് ഒരു സഹസ്രനാമ പുസ്തകത്തിന്റെ കോപ്പി എടുത്ത് തിരിച്ച് തന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ശ്യാമയോട് പറഞ്ഞു. ശ്യാമ, ഈ പുസ്തകം വളരെ ഉപയോഗപ്രദമാണ്. അതിനാൽ ഞാൻ ഇത് നിനക്ക് സമ്മാനിക്കുന്നു. നീ ഇത് വായിക്കുക. ഒരിക്കൽ ഞാൻ വേദനയാൽ കഷ്ടപ്പെട്ടു. എന്റെ ഹൃദയം തുടിക്കുവാൻ തുടങ്ങി. ജീവിതം അപകടത്തിലായി. ആ സമയത്ത് ഞാൻ ഈ പുസ്തകം ഹൃദയത്തോട് അമർത്തിപ്പിടിച്ച് എന്നിട്ട് ശ്യാമ അത് എന്തൊരു ശമനം തന്നുവെന്നുവോ, അല്ല തന്നെ കീഴോട്ടിറങ്ങി വന്ന് എന്നെ രക്ഷിച്ചുവെന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ
ഞാൻ ഈ പുസ്തകം നിനക്ക് തരുന്നു, പതുക്കെ വായിക്കുക. ദിവസേന ഒരു നാമമെങ്കിലും പഠിക്കുക. അത് നിനക്ക് നന്മകൾ ചെയ്യും. ശ്യാമ പറഞ്ഞു, എനിക്കത് ആവശ്യമില്ല. അതിന്റെ ഉടമസ്ഥ രാമദാസി ഒരു ചീത്ത മനോഭാവമുള്ളവനും മർക്കട സ്വഭാവിയും കടുപ്പമേറ്റുന്നവനുമായതിനാൽ തീർച്ചയായും എന്നോട് ശണ്ഠയ്ക്ക് വരും. മാത്രമല്ല, സംസ്കൃതം വ്യക്തമായി പഠിക്കാനും അതിലുള്ളതറിയാനും എനിക്ക് സാധ്യമല്ല. ശ്യാമയെ രാമദാസിക്കെതിരായി പ്രവർത്തിക്കാനുള്ള ഒരു പണിയാണെന്ന് വിചാരിച്ചു. പക്ഷേ ബാബ എന്താണ് വിചാരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ബാബ ഈ വിഷ്ണു സഹസ്രനാമമാകുന്ന മാലയെ ശ്യാമയുടെ കഴുത്തിൽ അണിയിക്കുമെന്ന്. എന്തെന്നാൽ ശ്യാമ ബാബയുടെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. അവനെ ഈ ലോകത്തിലെ കഷ്ടതകളിൽ നിന്നും വീണ്ടെടുക്കണമെന്നും അദ്ദേഹം ആലോചിച്ചിരിക്കാം. ഭഗവാന്റെ നാമം നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തരാക്കുന്നു. ഇതിനേക്കാൾ എളുപ്പമായ വേറൊരു വഴിയില്ല. അത് നമ്മുടെ മനസ്സിനെ നല്ലതാക്കി തീർക്കുന്നു. അതിന് ഏതൊരു മുൻകരുതലോ തടസ്സങ്ങളോ ഇല്ല. അത് വളരെ എളുപ്പമായതും സാധ്യമായതുമാണ്. ഈ സാധനയെ ശ്യാമ പരിചരിക്കണമെന്നതായിരുന്നു ബാബയുടെ ആഗ്രഹമെന്നാലും അദ്ദേഹം അതിനെ ആഗ്രഹിച്ചില്ല. പക്ഷേ ബാബ അതിനെ ശ്യാമയെ നിർബന്ധിച്ചു. ഇതുപോലെ ഏകനാഥ് ഈ വിഷ്ണു സഹസ്രനാമത്തെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സാധു ബ്രാഹ്മണനിൽ അർപ്പിച്ച് അദ്ദേഹത്തെ മോചിപ്പിച്ചുവെന്ന് പറയുന്നു. വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതും പഠിക്കുന്നതും മനഃശുദ്ധീകരണ മാർഗമാണ്. അതുകൊണ്ട് ബാബ അതിനെ തന്റെ ഭക്തൻ ശ്യാമാവിൽ നിർബന്ധിപ്പിച്ചു. രാമദാസി വേഗത്തിൽ സന്നാപ്പയോട് മരുന്ന് വാങ്ങിച്ചു തിരിച്ചു വന്നു. അൻഷിൻ ചാനിക്കർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നാരദമുനി ഒരു ബ്രഹ്മചാരി ഋഷി ദൈവങ്ങൾക്കും അസുരന്മാർക്കും തമ്മിലുള്ള തർക്കം തീർക്കുന്നതിൽ പ്രസിദ്ധി. പാവം നടിച്ച് എന്ത് നടന്നുവെന്നു രാമദാസി അറിയിച്ചു. രാമദാസി ഉടനെ കോപിച്ചു ശ്യാമാവിനെ ശകാരിക്കാൻ തുടങ്ങി. ശ്യാമയാണ് ബാബയെ കൊണ്ട് താൻ പുറത്തു പോകുവാൻ വേണ്ടി വയറുവേദനയാണെന്ന് പറയുവാൻ പ്രേരിപ്പിച്ചതെന്നും മരുന്ന് വാങ്ങി വരുവാൻ പോയപ്പോൾ പുസ്തകം എടുത്തുകൊണ്ടു പോയെന്നും പറഞ്ഞു. അദ്ദേഹം ശ്യാമയെ കഠിനമായി ചീത്ത പറയുകയും നിന്ദിക്കുകയും തന്റെ പുസ്തകം തിരിച്ചു തന്നില്ലെങ്കിൽ ശ്യാമയുടെ തല പൊളിക്കുമെന്നും പറഞ്ഞു. ശ്യാമ സമാധാനമായി പറഞ്ഞതെല്ലാം ഭർത്താവിലായി. എന്നിട്ട് ബാബ സമാധാനമായി ഇങ്ങനെ പറഞ്ഞു, ഓ രാമദാസി, നിനക്കെന്താണ് സംഭവിച്ചത്? ശ്യാമ നമ്മുടെ കുട്ടിയല്ലേ, എന്തിനാണ് അവനെ ആവശ്യമില്ലാതെ ശകാരിക്കുന്നത്? നീ എങ്ങനെയാണ് ഇത്ര ലഹളക്കാരനായത്? നിനക്ക് നല്ല വാക്കുകളുടെ മൃദുവായി സംസാരിക്കാൻ കഴിയില്ലേ? നീ ഈ പുണ്യപുസ്തകങ്ങൾ ദിവസേന വായിക്കുന്നു, എന്നിട്ട് നിന്റെ മനസ്സ് പരിഭ്രമിക്കുകയും വികാരങ്ങളെ അടക്കുവാൻ സാധിക്കാത്ത നിലയിൽ ഇരിക്കുന്നു. എന്ത് തരത്തിലുള്ള രാമദാസിയാണ് നീ എല്ലാറ്റിൽ നിന്നും വേർപെട്ടിരിക്കണം. ഈ പുസ്തകം ഇത്ര താല്പര്യത്തോടെ സൂക്ഷിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അതിശയകരമായിരിക്കുന്നു. മമതയില്ലാത്ത രാമദാസി വേറെ വിധത്തിലായിരിക്കണം. എല്ലാവരോടും സമത്വം ഉണ്ടായിരിക്കണം. നീ ഇപ്പോൾ ശ്യാമയോട് വെറും ഒരു പുസ്തകത്തിനായി ശണ്ഠയിടുന്നു. പോകൂ, നിന്റെ സ്ഥലത്ത് പോയിരിക്കൂ. പണം കൊണ്ട് എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും കിട്ടും, പക്ഷേ മനുഷ്യരെ കിട്ടുകയില്ല. നല്ലവണ്ണം ആലോചിക്കുക. പുസ്തകത്തിന് എന്ത് മതിപ്പാണുള്ളത്? ശ്യാമയ്ക്ക് അതിൽ ഒരു ഇഷ്ടവുമില്ല. ഞാനാണതെടുത്ത് ശ്യാമയ്ക്ക് കൊടുത്തത്. നിനക്ക് പനപ്പാടമാണ്. ശ്യാമ അത് വായിച്ചു ബലം ഉണ്ടാകണമെന്ന് വിചാരിച്ചു. അത് അവന് നൽകി. ബാബയുടെ ഈ സന്ദേശം എത്ര മധുരമായിരുന്നു! മൃദുലവും സൗമ്യതയുള്ളതും അമൃതം പോലുമായിരുന്നു. അതിന്റെ ഫലം അത്ഭുതകരമായിരുന്നു. രാമദാസി ശാന്തനായി ശ്യാമയോട് പഞ്ചരത്ന ഗീത അതിന് പകരം എടുക്കാമെന്ന് പറഞ്ഞു. ശ്യാമ വളരെയധികം സന്തോഷിക്കുകയും എന്തിന് 10 കോപ്പികൾ തരാമെന്ന് മറുപടിയായും പറഞ്ഞു. ഒടുവിൽ ആ വർത്തമാനം സമാധാനപരമായി അവസാനിച്ചു. ആലോചനയ്ക്കുള്ള ചോദ്യം: എന്തിനാണ് രാമദാസി പഞ്ചരത്ന ഗീത വേണമെന്ന് നിർബന്ധിച്ചത്? ആ പുസ്തകത്തെ പറ്റി അറിയാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എല്ലാ ദിവസവും വേദാന്ത പുസ്തകങ്ങൾ മസ്ജിദിൽ ബാബയുടെ മുമ്പിൽ വായിച്ചിരുന്ന രാമദാസി എന്തിനാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ശണ്ഠ ചെയ്തത്? എങ്ങനെയാണ് ഈ കുറ്റത്തിൽ പങ്കെടുക്കുക എന്ന് ആരോ കുറ്റം പറയുക എന്നതോ നമുക്കറിയില്ല. നമ്മൾക്ക് ഒന്നു മാത്രം അറിയാം: ഈ സംഗതി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സഹസ്രനാമത്തിന്റെ പ്രാഭവവും ഭഗവാന്റെ ഗുണാംശങ്ങളും ശ്യാമയ്ക്ക് അറിയുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ബാബയുടെ തുടക്കവും പഠിപ്പിക്കുന്ന വഴിയും മറ്റൊരു രീതിയിലായിരിക്കുന്നുവെന്ന് നാം കാണുന്നു. ഈ സംഗതിയിൽ ശ്യാമ പതുക്കെ ആ പുസ്തകം വായിച്ചു പഠിച്ചു. അതിന്റെ സാരം മനസ്സിലാക്കി.